Hello everyone, once again welcome back. അതിരടി ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന അതിരടി ഇന്ന് ചില തിയേറ്ററുകൾ, അതായത് എല്ലാ തിയേറ്ററുകളിലും ഇല്ല, എന്നാലും അത്യാവശ്യം കുറേ തിയേറ്ററുകളിൽ ഇന്ന് പ്രിവ്യൂ ഷോ വൈകിട്ട് 6:30 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും അരുൺ അനിരുദ്ധൻ. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനന്തു എസ് എൻ്റർടൈൻമെൻറ്റ്സും പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റും. ആളുടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയ ശേഷം പ്രൊഡക്ഷൻ ബാനറിൽ, അതായത് ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ഇറങ്ങുന്ന ആദ്യത്തെ സിനിമ തന്നെ. പിന്നെ കോ പ്രൊഡ്യൂസർ സമീർ തഹീർ, പിന്നെ ടോവിനോ തോമസും ഇതിൻ്റെ കോ പ്രൊഡ്യൂസറാണ്. ഒരു സിനിമ പിന്നെ ഇതിൻ്റെ റൈറ്റർ പോൾസൺ സക്കറിയും ഉണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിഷ്ണു വിജയ്. പിന്നെ സിനിമാറ്റോഗ്രഫി സാമു ഹെൻറി ആൻഡ് എഡിറ്റർ ചമ്മൻ ചാക്കോ. ഈ ഒരു പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എവിടെ നിന്നോട്ട് പറയുന്നില്ല, പക്ഷേ ഈ ഒരു ജെൻസി യൂത്ത് പിള്ളേർക്കൊക്കെ വർക്കാവുന്നൊരു, കൂടുതലായും യൂത്ത് ജെൻസി പിള്ളേർക്ക് വർക്കാവുന്നൊരു പടമാണ് അതിരടി. ഒരു സിനിമയിൽ തന്നെ അത്യാവശ്യം എന്നല്ല, കൂടുതലായിട്ടും ഉള്ളത് തന്നെ കോമഡി എലിമെൻറ്റ്സ് തന്നെ ആണ് ചേർപ്പിക്കുന്നത്. പക്ഷേ ചില എന്താ പറയുക സ്ഥലത്ത് കോമഡി എലിമെൻറ്റ്സ്, എന്താ പറയുക, ക്രിഞ്ച് ഡയലോഗുകളും പിന്നെ ചളി ഡയലോഗുകളൊക്കെ നമുക്ക് തോന്നും. അതായത് ഈ ഒരു സിനിമയിൽ കോമഡി ആയിക്കോട്ടെ, എന്തായാലും ആക്ഷനായാലും കോമഡിയിലും ഒന്നും എന്താ പറയുക ആ ഒരു പാകത്തിനല്ല ചെയ്തിട്ടുള്ളത്, ഓവർ ഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓവറായിട്ട് ചിരിക്കാനുള്ള എലമെൻസും പിന്നെ അടിയിലും ഇടിയിലും അതെല്ലാം ഉണ്ട്. നമുക്കെല്ലാവർക്കും ടീസറിലും ട്രെയിലറിലും കണ്ടതുപോലെ എന്താ പറയുക ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം. പിന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കണേ റിയ ഷിബു ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമ എന്താ പറയുക നമുക്ക് സ്പോയിലറാണ്, എന്നാലും നമ്മുടെ കേരളത്തിൽ എപ്പോഴാണെന്ന് കറക്റ്റ് ചെയ്ത വർഷം ഞാൻ ഓർക്കില്ല, പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളൊരു ദുരന്തമാണ് കുസാറ്റ് ദുരന്തം. അതിൽ 3-4 എത്രയോ പേരാണ് മരിച്ചു. ഇതുപോലത്തെ ഒരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. ഏതൊരു പാട്ടുകാരി വന്ന് പാടി, അപ്പോൾ 3-4 പേര് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ കഥ. അതായത് ആ കഥയുടെ ആ ഒരു നടന്നൊരു സംഭവത്തിൽ പലതും എന്താ പറയുക റെഫറൻസ് ഉണ്ട് ഈ ഒരു പടത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നും. പിന്നെ പോരാത്തത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു എന്താ പറയുക ആളുടെ ഒരു പാട്ട്, നമുക്കെല്ലാവർക്കും ആളുടെ എക്കാലത്തെയും ഹിറ്റ് പാട്ടായ ഓമൽ കൺമണി എന്നുള്ള പാട്ട് ഈ ഒരു സിനിമയിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലാണ് നമുക്ക്. അതൊരു നല്ലൊരു ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു അത്. ആ ഒരു പാട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ കേൾക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ ഈ ഒരു സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ ഉണ്ട് ഒരാൾ. അതായത് സെക്കൻഡ് ഹാഫിലാണ് ക്യാമിയോ, അതായത് ക്ലൈമാക്സ് എത്തിയിട്ട് എന്നാലും അതിന് കുറച്ച് മുമ്പായിട്ടാണ് ഒരു ക്യാമിയോ ഞാൻ ആരാന്ന് പറയുന്നില്ല. ആ ഒരു ക്യാമിയോ റോള് എന്താ പറയുക തിയേറ്ററിൽ നിന്ന് ആ ഒരു നിമിഷം കുലുങ്ങി. ആ ഒരു ക്യാമിയോ വന്നൊരു എൻട്രി, അതായത് സ്ക്രീൻ പ്രസൻസ്, അത്യുഗ്രൻ സ്ക്രീൻ പ്രസൻസ്, അതായത് തിയേറ്ററിൽ നിന്ന് കുലുക്കാനുള്ള ഒരു ഐറ്റം ആ ഒരു ക്യാമിയോ എൻട്രിയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ടീസറിലും ട്രെയിലറിലും കണ്ടതുപോലെ നമ്മൾ ഒരു കോളേജ് ഫെസ്റ്റ്, അതായത് നമ്മൾ ഒരു കോളേജ് ഫെസ്റ്റ് നമ്മളായിട്ട് നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പുലിവാലുകളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു പടത്തിലുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ നല്ലൊരു കോമഡി ഫൺ വൈബിൽ തന്നെ എന്താ പറയുക കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. പക്ഷെ ആ ഒരു കൊണ്ടുപോയ ഫൺ ഫീൽ ഗുഡ് ആ ഒരു മൊമെൻറ്റ്സ് കുറച്ചധികം ഓവറായി. ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ടും ജെൻസി 2K ജെൻസി നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ളവർക്കായിരുന്നു കൂടുതലായിട്ടും ഈ പടം വർക്കാവാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അല്ലാത്ത ചിലർക്ക് ചിലപ്പോൾ ഒരു ആവറേജ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ പടത്തിൻ്റെ മേക്കിങ്ങും ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ടോവിനോയുടെ സ്ക്രീൻ പ്രസൻസും ടോവിനോയുടെ എൻട്രിയും ഒക്കെ നല്ല അത്യുഗ്രനായിരുന്നു. ഈ ഒരു പടം മൊത്തത്തിൽ ആര് തൂക്കിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 3 പേര് 3 ലെവല് തൂക്കി ഈ ഒരു പടം, അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു പാട്ട്, പിന്നെ ഒരു അമ്മ വെച്ചിട്ടൊരു സോങ് ഉണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയില്ല, അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ഓമൽ കൺമണി എന്നുള്ളൊരു പാട്ട്, ആ പാട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഈ ഒരു പടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പടത്തിൽ കിട്ടുന്നത്. നല്ലൊരു അത്യുഗ്രൻ ഫീലാണ് ഈ ഒരു പടത്തിൽ. അത് ഭയങ്കര അധികം നല്ലൊരു ഇമോഷണൽ, പ്രത്യേകിച്ച് എനിക്കൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുസാറ്റ് ദുരന്തത്തെ ആസ്പദമാക്കിയിട്ടും അതിനെ ഇൻസ്പയർ ചെയ്തിട്ടും ഈ കഥയിൽ ഉണ്ട്, അറിയാലോ. അതായത് ആ ഒരു സംഭവം നടന്ന തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് കോളേജ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഒരു ഫേമസ് പാട്ടുകാരൻ തോന്നുന്നു വന്ന് പാടിയതിന് ശേഷം എന്താ പറയുക പിന്നീട് ഉന്തും തള്ളുന്നതിൻ്റെ ഇടയിൽ 3-4 എത്ര പേരുണ്ട് മരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ആസ്പദമാക്കിയിട്ട് ഇതിലും
മരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവരൊക്കെ ആ ഒരു ഇത് ഇമോഷണലി എന്നെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ നോക്കുകയാണെങ്കിൽ കോമഡി എലമെൻസും ഉണ്ട്, ഇമോഷണലായിട്ട് എലമെൻസും ഉണ്ട്. ഒപ്പം കൂടുതലായിട്ടും കോമഡി ആയിട്ടുള്ള എലമെൻസ് തന്നെയാണ് ഈ ഒരു പടത്തിലുള്ളത്. മാത്രമല്ല ഈ ഒരു പടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ട്, അതായത് കോമഡിയിലെ ഇമോഷൻ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എല്ലാം എന്താ പറയുക, തീരെ കുറവോ എന്നൊരു മീഡിയം ലെവലല്ല, ഓവറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ക്രിഞ്ച് ഡയലോഗായിട്ട് തോന്നും, പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ചളി ഡയലോഗുകൾ തോന്നും. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ അപൂർവം ചിലവർക്ക് കാണുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വെറുപ്പിക്കുന്ന രീതിയിലൊക്കെ തോന്നും ചിലവർക്ക്. എൻ്റെ ചിലവർക്ക് തോന്നും, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കൊരു ഫൺ ഫീൽ ഗുഡ് ഒരു എൻ്റർടൈൻമെൻറ്റ് വൈബ്, അതായത് കോളേജ് വൈബ്, നമ്മൾ കോളേജ് ഫീസ്റ്റ്, അത് ആ ഒരു വൈബ്, അതായത് ജെൻസി യൂത്ത് പിള്ളേർക്ക് കാണുന്നൊരു ഫൺ ഫീൽ ഗുഡ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി പടം തന്നെയാണ്, അത്ര മോശം പറയാൻ പറ്റില്ല. നല്ലൊരു ഫൺ ഫീൽ ഗുഡ് പടം തന്നെയാണ്. എല്ലാവരും പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ, എസ്പെഷ്യലി ടോവിനോ, പിന്നെ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, പിന്നെ റിയ ഷിബു തുടങ്ങിയ എല്ലാവരും പെർഫോമൻസ് തന്നെ അത്യുഗ്രനായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് പടം, നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു തരത്തിലുള്ളൊരു പടം. അതായത് ഈ ഒരു കോളേജ് ഫീസ്റ്റ്, കോളേജ് വൈബിൽ ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു നല്ലൊരു വെർത്ത് പടം തന്നെയാണ്. ഒരു ഫൺ ഫീൽ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിരിക്കും ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു പാട്ട്, ഓമൽ കൺമണി എന്നുള്ള പാട്ട്, ആ പാട്ട്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ നിവിൻ പോളിയുടെ തന്നെ ആദ്യ സിനിമയായ മലർവാടി ആർട്സ് ക്ലബ്ബ്, ആ ഒരു സിനിമയിൽ തന്നെ ചില രീതിയിൽ റെഫറൻസ് കാണിക്കുന്നുണ്ട്. കാരണം വിനീതേട്ടൻ്റെ ഒരു സംവിധാനത്തിൽ ഇറങ്ങിയൊരു പടം, അതിലെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ അതിലാണ് ഏറ്റവും ആദ്യമായി നമ്മുടെ നിവിൻ പോളി വലതുകാലം വെച്ച് കയറുന്നത് ഈ ഒരു മലയാള സിനിമയിലേക്ക് തന്നെ. അപ്പോൾ അതിൻ്റെയും ചില രീതിയിൽ റെഫറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഷാൻ റഹ്മാൻ എന്നൊരു കഥാപാത്രമുണ്ട്, ആളുണ്ട് ഈ സിനിമയിൽ. ആളുടെ കഥാപാത്രം എനിക്ക് പേഴ്സണലി ചില സമയത്ത് തോന്നിയതൊരു സത്യം പറഞ്ഞ ഒരു ജോക്കറിൻ്റെ ഒക്കെ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലോൺ ജോക്കർ, കൂടുതലും ചിരിപ്പിക്കാനായിട്ട് ആളൊരു കഥാപാത്രമുണ്ട്. നല്ലൊരു ഫൺ, അതായത് ഒരു ഓവർ ജോക്കർ ക്ലോൺ, ആ ഒരു രീതിയിൽ ഉള്ളൊരു ഫൺ കഥാപാത്രമായിട്ടാണ് എനിക്ക് എന്താ പറയുക ഷാൻ റഹ്മാൻ്റെ ഒരു കഥാപാത്രം തോന്നിയത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൺ ഫീൽ ഗുഡ് കോളേജ് വൈബ് പടമാണ്. എന്താ പറയുക, എന്തായാലും തിയേറ്റർ വാച്ചിൽ തന്നെ കാണുന്ന പടമാണ്. എക്സ്പെഷ്യലി ഈ ഓമൽ കൺമണി എന്നുള്ളൊരു പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റും പിന്നെ ആ ഒരു ക്യാമിയോ സീനും അത്യുഗ്രൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അതിരടി എന്ന സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു മൂവി റിവ്യൂ ആയിരിക്കും. ഗുഡ് ബൈ.